ജോലിക്ക് പോവാന്ന് നാട് മുഴുവൻ കൊട്ടിക്കൊഴിച്ചപ്പോഴേ മനസ്സിലായി. സിസ്റ്റർ, ആദ്യത്തെ ശമ്പളത്തിൽ നിനക്ക് അത് വേണം ഇത് വേണോന്നെങ്ങാനും ചോദിച്ചാ വാങ്ങിത്തരുന്ന ആളെ കണ്ടില്ലേ? സാരമില്ലടാ, ഈ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി. നിനക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടായിരിക്കില്ല. ജീവ, നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാ. എന്തിനാ ആ ജോലി കളഞ്ഞു വന്നേ? ഞാനാണോ കളഞ്ഞേ? അവരാ പൊക്കിയത്. പൊക്കിന്നോ? എന്തിനാ പൊക്കിയോന്ന് ചോദിക്കുന്നേ? പൊക്കി, അത്രേ ഉള്ളൂ. ലേറ്റായിട്ടാ പോയിരിക്കുന്നത്. ഇന്നും വൈകി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛൻ വേഗം പറഞ്ഞു തൊലയ്ക്കുക. ഇത് തന്നെ എപ്പോഴും ഒരു സീരിയസ്നെസ്സും ഇല്ലേ? നിനക്ക് ആ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്ത് സന്തോഷം. ഈ ജോലിയൊന്നും എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞല്ലേ? ഹലോ, ആരാ ഇത്? ഞാൻ പ്രിയയുടെ അച്ഛനാ സംസാരിക്കുന്നത്. ആ പറയ് സാറേ, നിന്റെ അച്ഛനാ? ആ സുഖം തന്നെ. സാറിനോ? ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനും പ്രിയ കോഫി ഷോപ്പിലാ. എന്താ മോളെ? ഹോട്ടൽ സിംബണിയിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ. ഞങ്ങൾ ഇപ്പളാ വന്നേ. പ്രിയയുടെ കൂടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോരെ? ഓക്കെ, മേലെ ബാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങ് വാ. ശരി, വരാം സാറേ. അവനെന്താ പറഞ്ഞ? അരമണിക്കൂറിനകം വരാമെന്ന്. തീർക്കണോ? അയ്യോ, ഒന്ന് വിരട്ടിയാ മാത്രം മതി. നിങ്ങൾ എന്റെ ക്ലയന്റ് ആണെന്ന് അറിഞ്ഞാ എന്റെ മകളുടെ പുറകെ കറങ്ങുന്നതൊക്കെ നിർത്തും. മോഹനന്റെ സത്യവാചകം. സാറേ, എൻ്റെ പേര് മോഹൻ എന്നാ. നാട് ചെങ്കോട്ടയും. ചെറിയ തുറ നടേശൻ്റെ കൂടെ ഞാൻ 15 വർഷമായിട്ടുണ്ട്. അങ്ങേര് ചെയ്ത എല്ലാ കൊലപാതകത്തിലും എൻ്റെ പങ്കുമുണ്ട്. എൻ്റെ ഈ അപേക്ഷ സ്വീകരിച്ച് എന്നെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം. ഇപ്പം ഞാനൊരു അപ്രൂവറായിട്ട് മാറാൻ തീരുമാനിച്ചു. ചേട്ടാ, തങ്കപ്പൻ്റെ ഫോണ്. ചേട്ടാ, ഞാൻ തങ്കപ്പനാ. പറയടാ. മോഹനൻ അവൻ്റെ കെട്ടികളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താ ചേട്ടാ ചെയ്യണ്ടേ? തീർന്നു. ഹലോ സാറേ, സോറി, പ്രിയ ഡ്രോപ്പ് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായി. ഡ്രിങ്ക്സ് കഴിക്കുമോ? അതിനെന്താ, കഴിക്കാലോ. ബിയറോ അല്ലെങ്കിൽ? ഇതൊന്നും സെറ്റാവില്ല, ഞാൻ വേറെ ഓർഡർ ചെയ്യാം. എക്സ്ക്യൂസ് മീ, മെനു കാർഡ്. $175, $110, 100, 250, 2000. 2000 രൂപയ്ക്ക് മേലെ സാധനം ഇല്ലേ? ഇല്ല, അതെല്ലാം ഞാൻ വിചാരിച്ചു എവിടെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒന്ന് പോ ചേട്ടാ, എത്ര തവണ വന്നു, ചേട്ടനെ ഒന്ന് കാണാൻ പോലും കിട്ടില്ല. അതെ, ചേട്ടനെ നേരി കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താടാ? ആ ചന്തയിൽ ജോലി ചെയ്തപ്പോ സരോജ പ്രേമിച്ച കാര്യം ഒന്ന് പറയേട്ടാ. നാണിക്കാതെ ഒന്ന് പറയേട്ടാ. അവളെ ആദ്യമായിട്ട് കല്യാണം ഉണ്ടോ കണ്ടത് ഇഷ്ടപ്പെട്ടു, അപ്പൊ തന്നെ കാര്യം പറഞ്ഞു. ഞാനും പ്രിയ കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കണ്ടേ സാറേ. രണ്ട് ചിക്കൻ ലോലിപോപ്പ് പറയാവോ? എനിക്കൊരു ലാർജും. എന്നിട്ട് കഥ പറയട്ടെ, സംസാരിച്ച പോയി. 2 ചിക്കൻ ലോലിപോപ്പും ഒരു ലാർജും. അനിയ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഊണ് നമ്മൾ ഒരുമിച്ചേട്ടോ. ശരി ചേട്ടാ. ശരി ശരി ശരി, ഞാൻ ചേട്ടനോട് പറയാം. ശരി. എന്തായാലും കഥ കേട്ട് പുള്ളിയുടെ തല മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാ. എന്താ ചേച്ചി? ഇദ്ദേഹം ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട് ഒരുപാട് നാളായി.
അതെ അനിയ, എന്ന് ആയുധം കയ്യിലെടുത്തോ അന്ന് എല്ലാ മനസ്സമാധാനവും പോയി. ആരെ കണ്ടാലും പേടിയാ. ആരെ വിശ്വസിക്കുക, ആരെ വിശ്വസിക്കാതിരിക്കുക. നിന്നെപ്പോലെ മനസ്സിൽ തോന്നിയത് പറയുന്നവർ എത്ര പേര് കാണും? ഇതുപോലെ സന്തോഷിച്ചിട്ട് ഒത്തിരി നാളായി അനിയ. നിന്നെ എനിക്ക് ബോധിച്ചടാ. നിനക്ക് എന്ത് വേണമെന്ന് പറ. ഒരു മീൻ കഷ്ണം കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു. മീൻ കൊടുക്കടി. പ്രിയയുടെ അച്ഛനോടാ നന്ദി പറയേണ്ടത്. എന്തിന്? അല്ല, അങ്ങേര് കാരണമല്ല എനിക്കിപ്പോ ചേട്ടനെ കാണാൻ പറ്റിയത്. നിന്നെ എന്തിനാ വിളിച്ചതെന്നറിയോ? എന്തിനാ? അയാളുടെ മോളുടെ പുറകെ നീ. അതിന് നിനക്ക് ഒരു താക്കീത് തരാൻ വേണ്ടി വിളിച്ചതാ. അയാളുടെ തനിനിറം കാണിച്ചു കണ്ടില്ലേ? നമുക്ക് നിരന്തരം കാണിക്കാം. പറയൂ ചേട്ടാ. സാർ, ഇവൻ വളരെ നല്ല പയ്യനാണല്ലോ. എന്താണ്? ഒരു കാര്യം ചെയ്യ്, സാറിൻ്റെ മോളെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കുക. അത് വേണ്ട, ശരിയാവില്ല. എല്ലാം ശരിയാകും സാറേ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ശരി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ. എന്താ ചേട്ടാ, വക്കീലെന്താ പറയുന്നേ? സമ്മതിക്കും. ഒരു മിനിറ്റ് ചേട്ടാ, സംസാരിച്ചിട്ട് വരാം. എന്താച്ചാ വിളിച്ചേ? എവിടാ മോനെ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ല അത്ര? അല്ല അച്ഛാ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. കഴിച്ചല്ലോ അല്ലേ? ഞാൻ കഴിച്ചാച്ചാ. ശരി ശരി, വണ്ടിയിൽ കൂടുതൽ കറങ്ങണ്ട. കുറച്ച് നേരത്തെ വീട്ടിൽ വരാൻ നോക്ക്. വെക്കട്ടെ മോനെ. പ്രകാശേ, നിന്റെ മോൾക്കൊരു ആലോചന. എനിക്കറിയാവുന്ന സ്ഥലമാണ്. എടാ, അവൻ പുറപ്പെട്ടു. പുറപ്പെട്ടെന്ന് വാ പോവാം. എന്താ കളിയാ? നീ ഇപ്പൊ എവിടെയാ? വീട്ടിലോട്ട് പോടാ. മെഡിക്കൽ കോളേജിന് പെട്ടെന്ന് വാ. എന്തിന്? നീ വാ. ചേട്ടാ എവിടാ ചേട്ടാ? ഹലോ കീർത്തി. ഹലോ, എന്താടി? എന്ത് പറ്റി കീർത്തി? ചേട്ടാ, അച്ഛന് ആക്സിഡന്റ് ആയി ചേട്ടാ. വേഗം വാ, എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാവുന്നു. ഞാൻ പറയാം, ഇപ്പൊ വരാം. വേഗം വാടാ. അച്ഛൻ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ബ്ലഡ് പോയെന്ന് പറയുന്നത്. എങ്ങനെയാടാ ഇത്? അറിയില്ലടാ, ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഏതോ വണ്ടി തട്ടിയതാ. അമ്മാര് നിർത്തിയില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോക്കാരൻ ഇവിടെ കൊണ്ടാക്കിയത്. കൂടെ ആരാടാ ഉള്ളത്? നിന്റെ അമ്മയും അനീതിയുണ്ട്, കൂടെ മധുവുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞോ? ഇല്ലടാ. ജീവ ഒന്നു. ചേട്ടാ, ഡോക്ടർ എന്തൊക്കെ പറയുന്നു ചേട്ടാ? എനിക്ക് പേടിയാവുന്നു ചേട്ടാ. അച്ഛനൊന്നും സംഭവിക്കില്ല. അമ്മേ, ഒന്നുമില്ലമ്മേ. എനിക്കെന്താ പേടിയാവോ മോനെ? അമ്മേ, അച്ഛനൊന്നും സംഭവിക്കില്ലെന്നേ. എനിക്കറിയാം. പറയുന്ന കേക്ക്, ഒന്നും സംഭവിക്കില്ലെന്നേ. എന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. പേടിക്കണ്ട, ക്രിട്ടിക്കലായ ഒന്നും തന്നെ ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞു. ബോധം തെളിയാൻ അരമണിക്കൂറാവും. പിന്നെ വാർഡിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾക്ക് കാണാം. എങ്ങനെ രക്ഷപ്പെട്ടു? തൊട്ട് അറസി പോകും പേടിയാവുന്നു. ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. എടാ, ബേളം ഉണ്ടാക്കാതെ. അതല്ലടാ, എപ്പോഴും ഇവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ വാ, അകത്തേക്ക് പോവാം. അളിയാ, പബ്ലിക് പ്ലേസാ, എടുത്ത് ചാടണ്ട. പിന്നെ എടുത്ത് ചാടാതെ പോലീസ് പിടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണോ? എടാ, ആലോചിച്ച കാര്യം ശരിയാവില്ല. അകത്ത് പോയി പോക്കാം, വാടാ. ഡാ, ചുമ്മാ അതൊന്നും അകത്ത് പോകാൻ പറ്റില്ല. കളിക്കുന്ന കാര്യമല്ലത്.
കാര്യമില്ലാതെ അകത്ത് പോയി സംശയിക്കും. വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ. നിന്ന് വീട്ടിൽ പോ. ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്ന് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് ശരി വരണേ. സിസ്റ്റർ, വാ. എന്താ പ്രിയേ? ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട് ജീവ? കുഴപ്പമില്ല, പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്. കൂടെ ആരാ ഉള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടിന് ഒരാൾ നിൽക്കാനേ ഇവർ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മയും അനിയത്തിയും കൂടെ വീട്ടിലേക്ക് പറഞ്ഞു. ചേട്ടാ, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യോ? എൻ്റെ ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി, അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഇൻഫോം ചെയ്യണം. ചേട്ടൻ്റെ ഫോൺ ഒന്ന് തരാമോ? താങ്ക് യു ചേട്ടാ. ദയാ, പറയടാ. നേരെ മേലെ വന്ന് ലെഫ്റ്റ് കയറി റൈറ്റിൽ വാ. 13 നമ്പർ വാടാ. കയ്യിൽ സാധനം ഉണ്ടല്ലോ. സൂക്ഷിക്കണം, പെട്ടെന്ന് വാ. വന്നോ? യെസ് സർ. എത്ര സമയമാകും? 1 മണിക്കൂറാവും. നടേശൻ്റെ ആൾക്കാരാണോ? ആരെങ്കിലും ഇത് കണ്ടതായിട്ടുണ്ടോ? ഇല്ല സർ, ഇവിടെ ആരടുത്ത് ചോദിച്ചാലും അറിയില്ലെന്നാ പറയുന്നത്. എന്തിനാണ് തിരക്ക് കൂട്ടുന്നേ? പറയുന്നൊന്ന് കേക്ക്. ഇത് എടുത്തിയാട്ടമെന്നാ എനിക്ക് തോന്നുന്നേ. ഇവിടെ വേണ്ട. എൻ്റെ അമ്മാവൻ ബാവുവിനെ കാണാം. അദ്ദേഹത്തെ കണ്ട സേഫായിട്ട് കാര്യങ്ങൾ തീർത്ത് എസ്കേപ്പ് ആകാടാ. നിന്റെ അമ്മാവൻ പുറത്ത് ആരോടും പറയില്ലല്ലോ. അദ്ദേഹം എൻ്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെയാ. ജീവൻ പോയാലും നമ്മളെ കാണിച്ചു കൊടുക്കില്ല.